രാത്രി പകൽ. ഇതിൽ രാത്രി എന്നത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു സമയമാണ്. ഇരുട്ട് നെഗറ്റീവാണ് എന്ന് പറയും. പക്ഷേ ആ ഇരുട്ടിൽ ഒരു സംസാരം ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവാണ്. ഒരു മെഴുകുതിരി വെളിച്ചമുണ്ടെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് വന്നിരിക്കണം, അല്ലേ? രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും അതെല്ലാം മോശമായ കാര്യങ്ങളാണോ? പകൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണോ? ഈ ഒരു ചിന്താഗതി തന്നെയല്ലേ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന സ്ത്രീകളാണ്, അല്ലേ? അതായത് ഒരു സമയം കഴിഞ്ഞാൽ, ഒരു സന്ധ്യ എന്ന ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും എങ്ങോട്ടും പോകാൻ പാടില്ല, അല്ലേ? അപ്പോൾ പകൽ എവിടെ വേണേലും പോകാം എന്നുള്ളതാണല്ലോ സന്ധ്യ കഴിഞ്ഞാൽ പോകരുത് എന്ന് പറയുന്നത്, അല്ലേ? സന്ധ്യ കഴിഞ്ഞാൽ എങ്ങും പോകരുത്. പകൽ നിങ്ങൾ എങ്ങനെ വേണേലും ആയിക്കോ, എവിടെ വേണേലും പോയിക്കോ. അപ്പോൾ എന്താണ് ഈ ഇരുട്ടിനെ അല്ലെങ്കിൽ രാത്രി എല്ലാവരും പേടിക്കാൻ കാര്യം? ആ ഇരുട്ടിനെയാണോ പേടിക്കുന്നത്? ആ രാത്രിയിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെയാണോ പേടിക്കുന്നത്? തീർച്ചയായിട്ടും ഇരുട്ടാകുമ്പോൾ പലതും നമുക്ക് തിരിച്ചറിയാതെ പോകും, പലരെയും തിരിച്ചറിയാതെ പോകും, അത് ശരിയാണ്. പക്ഷേ പകലിൻ്റെ വെളിച്ചത്തിൽ മുഖം മൂടിയും അണിഞ്ഞു നടക്കുന്ന, പുഞ്ചിരി എപ്പോഴും മുഖത്തും ചുണ്ടിലും നൽകിക്കൊണ്ട് ആളുകളെ വിദഗ്ധമായി പറ്റിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അവർ പകൽ വേറെ വാക്കുണ്ടല്ലോ, പകൽ മാന്യന്മാരെന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള മാന്യന്മാരുള്ളപ്പം പകൽ എല്ലാം സുരക്ഷിതമാണോ? പകലൊരു പുരുഷനോട് ഒരു സ്ത്രീ സംസാരിച്ചാൽ അത് പ്രശ്നമുണ്ടോ? അതോ രാത്രിയിൽ സംസാരിച്ചാൽ അത് പ്രശ്നമാണോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ വൈകുന്നേരം ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വരുന്നത് എന്തായാലും 7 മണിക്ക് ശേഷമാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ സ്ഥിരം ഒരു കുട്ടിയുണ്ട്, അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അതെൻ്റെ കൂടെയുണ്ട്. ഇപ്പം മറ്റൊരു കുട്ടിയെയും കൂടെ കിട്ടിയിട്ടുണ്ട്, അതിനെയും കൂടെ ഒന്ന് കൊണ്ടുവരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താണ്, അതിനൊരു കുഴപ്പവുമില്ല, ഞാൻ എന്തായാലും 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഒപ്പം ഒരാളോടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. നമ്മൾ അത്രയും കൂടി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒരു രസം. പിന്നെ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ കൂടെ ഒരാളുണ്ട്, എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ നമുക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വരികയാണ്, വന്നിങ്ങനെ നമ്മൾ പത്രം എടുക്കാൻ പോകുന്ന ആ വീടിൻ്റെ അവിടെ ഒരു വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് മാറിയപ്പോൾ ഒന്നോ 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും ഈ അണയ്ക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. എന്തോ അണയ്ക്കുന്നത്, പട്ടി. അപ്പം പട്ടി അണയ്ക്കുക എന്ന് പറയുമ്പോൾ സ്പീഡിൽ ഓടി വരുന്നത് കൊണ്ടാണ് ആ അണപ്പ് അത്ര ഇതായിട്ട് ഞാൻ കേൾക്കുന്നത്. എനിക്ക് മനസ്സിലായി എൻ്റെ പുറകെ പട്ടിയുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ ഒരു ധൈര്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ബാഗുണ്ട്, ഞാൻ നേരെ ഒരു കവറാണ് കൊണ്ടുപോയിക്കൊണ്ടത്. പിന്നെ ബാഗ് ഞാൻ PGക്ക് പഠിച്ച ബാഗ് ഇവിടെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്താൽ ഇനി അതിൽ കൊണ്ടുപോകാം എന്ന് കരുതിയിട്ട് കുടയും ഫോണും ഒക്കെ ഞാൻ അതിനകത്തിൽ വെച്ചാണോ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എന്നെ ആക്രമിക്കാൻ പട്ടി വരികയാണെങ്കിൽ എനിക്കതിനെ ചെറുത്ത് നിർത്താനായിട്ട്, അതിനെതിരെ നിൽക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ബാഗാണ്. സാരമില്ല, അതെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ചരിഞ്ഞിങ്ങനെ നോക്കിയെന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ തല ഇങ്ങനെ ചരിച്ച് നോക്കില്ലേ, അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പുറകിലൊരു പട്ടിയുണ്ട്. അതിങ്ങനെ അണച്ചു വരുവാണ്. അത് ഞാൻ നോക്കുന്ന അതും കണ്ട്, അത് നോക്കുന്ന ഞാനും കണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ വേറൊരെണ്ണം അവിടെ ഉണ്ട്. അപ്പം ഇതുങ്ങൾ രണ്ടും ചിലപ്പോൾ എന്നെ കണ്ടിട്ട് വന്നതാണോ, അല്ല ഇതുങ്ങൾ ദൂരെ ഓടി
ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ എന്നെ കണ്ട് അതുങ്ങൾ എന്നെ കണ്ട് പേടിച്ചതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു നന്നായിട്ട്. അതിൻ്റെ ആ ശ്വാസം എടുക്കുന്ന അണയ്ക്കുന്ന ശബ്ദം എന്നിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് എനിക്ക് തോന്നി. അപ്പം ഞാൻ മുന്നോട്ട് നടക്കുന്നുണ്ട്, അതുങ്ങൾ അവിടെ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ശബ്ദം എനിക്ക് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും ഇത് വരുന്നുണ്ടെന്ന് പുറകെ. അപ്പം ഫോണിൻ്റെ ടോർച്ച് അടിച്ചു ആണ്. പക്ഷെ ഞാൻ തിരിച്ച് പുറകോട്ട് തിരിഞ്ഞ് ടോർച്ച് അടിക്കാൻ നിന്നില്ല. ഞാൻ സാധാരണ നമ്മൾ നടക്കുന്നപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് വെള്ളമുണ്ട്, അതുവഴി ഞാനിങ്ങനെ നടന്ന് വന്നിട്ട് നല്ലൊരു റോഡുണ്ട്, ആ റോഡിലോട്ട് കയറി. അപ്പോൾ അവിടെ നല്ല വെട്ടമുണ്ട്. ആ സൈഡെന്ന് പറഞ്ഞാൽ വെട്ടമില്ലാത്ത, അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ചാണ്. അപ്പോൾ ആ റോഡിലേക്ക് കയറി വെട്ടം വന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പട്ടി ഒരെണ്ണം എൻ്റെ പുറകെ വന്നത് ആ റോഡിലവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പട്ടിയാണെന്ന് തോന്നി ഇവിടെയൊക്കെ നടക്കുന്നത്. ഏതായാലും എന്തോ ഭാഗ്യത്തിന് പിന്നീട് അതിൻ്റെ പുറകെ വന്നില്ല. അത് ഞാൻ എനിക്കെന്തെങ്കിലും ഒന്നോ സംഭവിക്കുമായിരുന്നെങ്കിൽ ആൾക്കാർ ആദ്യം പറയും, എന്തിനാണ് ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് വന്നിട്ടല്ലേ, ഇരുട്ടത്ത് ആരെങ്കിലും ഒറ്റയ്ക്ക് വരും, ആരെങ്കിലും വിളിക്കരുത്, ഒറ്റയ്ക്ക്. ഇതൊക്കെ ആയിരിക്കും എൻ്റെ നേരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അത് പകുതി വരെ ഉള്ളു. അതിനുശേഷം നമ്മുടെ ഈ റോഡിലോട്ട് തിരിയുന്നിടത്ത് അതിനെ വിളിക്കാൻ ആൾ നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരവും കൂടെ ഉള്ളു അല്ലേ. നമ്മൾ ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിലൊരു അപകടം ഉണ്ടായാലും ആളുകൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യമാണ്, എന്തിനാ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ലേ അങ്ങനെ, അല്ലെങ്കിൽ എന്തിനാ രാത്രിയിൽ പോയത്, ആരെങ്കിലും രാത്രിയിൽ പോവുമോ, പകൽ പോയിക്കൂടായിരുന്നോ, ഇങ്ങനെയൊക്കെ ചോദിക്കും ഇല്ലേ. അപ്പോൾ എന്ത് നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു അപകടം വന്നാലും നമ്മളോട് ആദ്യമേ ആളുകൾ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. എന്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തിന് പോയി, എന്തിന് വന്നു, ഇങ്ങനെ 100 കൂട്ടം നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം. എങ്കിൽ ഒരപകടം പറ്റില്ല, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായി, അതിനെ എങ്ങനെ നേരിടാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയല്ല. എന്തിനു പോയി ഈ ഒരു ചോദ്യം. നമുക്ക് അത് നമ്മൾ പോയാൽ ഒരു അപകടം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു അപകടത്തിലേക്ക് പോവില്ല അല്ലേ. പക്ഷേ ആളുകൾ മറ്റൊരു രീതിയിലാണ് അതിനെ ചിന്തിച്ച് വയ്ക്കുന്നത്. എന്ത് പറയാനാണ്, ഓരോരുത്തരുടെയും മനസ്സിൻ്റെ പ്രത്യേകത എന്നല്ലാതെ എന്ത് കൂടുതൽ പറയാൻ. അപ്പം രാത്രിയിൽ സംസാരിക്കുന്നതോ രാത്രിയിൽ സഞ്ചരിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. കാരണം സഞ്ചരിക്കേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും സഞ്ചരിക്കുക തന്നെ. അപ്പം നമ്മുടെ വീട്ടിലൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, ഒരു വണ്ടി വിളിക്കാൻ ദൂരേക്ക് പോകണം, ഇന്നൊക്കെ ഫോണുണ്ട്, പക്ഷെ ആരെങ്കിലും സഹായം വേണ്ടി വരും. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ചിലപ്പം 12 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ പോകുമെന്ന്. അപ്പം ദൂരെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ആ വീട്ടിലെ പെങ്കൊച്ച് അവിടെ ആ വീട്ടിലേക്ക് പോയതെന്താ, അവിടെ ഒരു ചെറുക്കനുള്ളതല്ലേ, ഈ 12 മണിക്ക് അവൾ എന്തിനവിടെ പോയി. കാണുന്നവർ ഇതേ ചിന്തിക്കുള്ളൂ. ഒരു പക്ഷേ ഇറങ്ങി വരുന്നത് കാണും, അപ്പം പറഞ്ഞു ഇവളെന്താ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഈ രാത്രിയിൽ, ഇതായിരിക്കും കാണുന്നത്. അതായത് നമ്മളെപ്പോഴും കാണുന്നതും കേൾക്കുന്നതും പൂർണ്ണമാകണമെന്നില്ല, അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അത് പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ ബാധിക്കാറുമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതെനിക്കന്ന് അബദ്ധം പറ്റിയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ജീവിതമേ നശിച്ചു കാണും. എനിക്ക് ഉദാഹരണം പറയുന്നത് വെച്ചാൽ ഒരുപാട് സിനിമകളെ നോക്കി പറയാം, എത്രയോ സിനിമകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചിലർ ഭയങ്കര സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരായിരിക്കും. ചെറിയൊരു ഒരു തോന്നൽ, തെറ്റിദ്ധാരണ, അത് ചിലപ്പം തെറ്റായ ധാരണ ഉണ്ടാക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ടാകും. പക്ഷേ ഒരു തെറ്റായ ധാരണ തോന്നിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ബന്ധങ്ങൾക്കിടയിൽ വലിയ വലിയ വിള്ളലുകൾ ഉണ്ടായി ഒന്നിച്ച് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഘട്ടം വരെ എത്തും. ഞാനപ്പം ചിന്തിക്കും, ഇതാണോ അപ്പോൾ ഇത്രയും നാൾ ഈ ഒരു പെണ്ണും ചെറുക്കനും കൂടെ സ്നേഹിച്ചത്? ഇവരെന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പരസ്പരം മനസ്സിലാക്കിയിരുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അത് അപ്പം അവർക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹമല്ല. യഥാർത്ഥത്തിലൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ജീവിതം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നും. പക്ഷേ നമ്മൾ പലപ്പോഴും അതൊന്നും മനസ്സിലാക്കില്ല. ഒരു പ്രണയം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. പക്ഷേ
പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമല്ല ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം മാറുമ്പോൾ ഈ പ്രണയത്തിന് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതാവും. പകരം പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിലൊരു നല്ല കാലം ഉണ്ടാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം വേണം. അതിനൊപ്പം തന്നെ ചിലർക്ക് അത് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്കൊന്നും ഉള്ള ഒരു മനസ്സ് കാണില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രായം എത്തണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകണം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തതിനെയും പറഞ്ഞതിനെയും ഓർത്ത് വിഷമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർക്കുകയില്ല, വിഷമിക്കുകയില്ല, അത് തിരുത്താനായിട്ട് ശ്രമിക്കുകയില്ല. അതുകൊണ്ട് രാത്രി എന്ന് പറയുമ്പോൾ മുഴുവൻ തെറ്റുകൾ മാത്രം നടക്കുന്ന ഒരു സമയവും പകൽ എന്ന് പറയുമ്പോൾ അത് ശരികൾ മാത്രം നടക്കുന്ന ഒരു സമയവുമല്ല, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരാളോട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ മറ്റാരോട് നമ്മൾ സംസാരിച്ചാലും അത് കുഴപ്പമില്ല. ഒരാളുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു നെഗറ്റീവ് വന്നാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ആരെന്ത് പറഞ്ഞാലും നമ്മളാണ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല, അല്ലേ? പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു മനസ്സ് കൂടി ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാക്ക് ഉണ്ടായാൽ അത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ നേരത്തെ അതിനായി മനസ്സിനെ തയ്യാറെടുത്ത് നിർത്തിയിരിക്കണം, അല്ലേ? നമ്മളോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനെ മുൻകൂട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ നിസ്സാരമായി മാറും, അല്ലേ? പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ തീരുമാനങ്ങൾ ശരിയാണ്, തെറ്റായ ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല എന്ന ബോധ്യം നമുക്ക് നമ്മുടെ മനസാക്ഷിക്കും ഉണ്ടാകും. അതുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ പേടിക്കേണ്ടത്? പിന്നെ എത്രയൊക്കെ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും പറയാനുള്ളവർ പറയും. ഇപ്പോൾ ഏറ്റവും മോശക്കാരനായ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു എന്ന് അറിയുമ്പോൾ അയാളുടെ നന്മകളെല്ലാം ആളുകൾ കണ്ടെത്തും. അപ്പം അങ്ങനെ ചെയ്താൽ അവൻ ഇങ്ങനൊരു നല്ല മനസ്സുണ്ടായിരുന്നു, അങ്ങനെ മൊത്തം നന്മകളായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഉള്ള നല്ല കാര്യങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ടാവുമോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും മോശമായ കാര്യം മാത്രമേ പറയത്തുള്ളൂ ഒരാളെപ്പറ്റി. മരിച്ചു കഴിയുമ്പോഴോ എല്ലാ നന്മകളും കണ്ടെത്തും. നേരെ മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ആ നന്മകൾ കണ്ടെത്തി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ നന്നായേനെ, അല്ലേ? പക്ഷെ അതിനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല. ഒരാളെ സംബന്ധിച്ചൊരു നല്ല കാര്യം പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുന്നതും അതിനെ ഇത് ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യമാണോ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. വെറും പുച്ഛത്തോടുകൂടി സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേതാണ്ട് വലിയ കാര്യമാണ്, അതെല്ലാവർക്കും കിട്ടത്തില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പണ്ട് എൻ്റെ അനിയന് 10ൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സോ? ഏത് പട്ടിയുടെ വാലയിലും ഇപ്പം ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്നൊരു പട്ടിയുടെ വാലയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്, ഇന്നത്തെ പോലെ അല്ല. അപ്പോൾ അതുപോലെ അത്രയ്ക്കും മോശമായ രീതിയിൽ ഏറ്റവും താഴേക്ക് ചിന്തിക്കുന്ന കുറേ മനുഷ്യരും ഈ ലോകത്തുണ്ട്, അല്ലേ? അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഭാഗം നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിക്കുക. എങ്ങോട്ടും പോകാൻ സമ്മതിക്കരുത്, അല്ലേ? വാക്കുകളിൽ വീണുപോയാൽ ആ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അത് മനസ്സിന് സന്തോഷം നൽകുന്ന വാക്കുകളായാലും സങ്കടം നൽകുന്ന വാക്കായാലും തെന്നി വീണു പോവും. കാരണം വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചിലർക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഒരാളെ ഏറ്റവും നല്ല രീതിയിൽ മയപ്പെടുത്തി സംസാരിക്കാൻ അറിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്.
ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാമെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരാളെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം കൂടെ പറഞ്ഞത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ചിലർ ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളോട് ചിരിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴേ നമുക്കറിയാം, മനസ്സിലാക്കിക്കോണം ഇയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഏത് നേരവും ഒരു ചതി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു മനുഷ്യരെയും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അതാരായാലും നമ്മൾ എപ്പോഴും ഇപ്പം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ അമ്മയാണ്, പിന്നെ കൂടെ ജനിച്ച സഹോദരങ്ങളില്ലേ. അപ്പം ഇവരെ പോലും, ഇത്രയും ആളുകളെ പോലും വിശ്വസിക്കുക. പിന്നെ സ്വന്തമായിട്ടും ഒരു നിശ്ചിത അകലം പാലിക്കണം. അത് ആരുമായിട്ടാണ്? മനസ്സും ഇതുപോലെ തന്നെയാണ്. ചില സമയത്ത് ഒന്ന് ചഞ്ചലപ്പെടും. അങ്ങനെ ഒരു ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ശരിയല്ലേ? അപ്പോൾ ഓരോ ചുവടുകളും ശ്രദ്ധയോടുകൂടി വേണം. ഓക്കെ.